പന്നി നശിപ്പിച്ച് വെക്കുന്നു. ഇതുണ്ടോ, ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞേക്കോ, ഇങ്ങനെ ഈ വഴി കംപ്ലീറ്റ്. ഞങ്ങളിനി എന്ത് ചെയ്തിട്ട് ഞങ്ങൾ ജീവിക്കും? എന്നുവെച്ചാൽ ഒരു കൃഷി ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും എന്തെങ്കിലും ഒരു സാധനം നടാൻ, ഭൂമിയിലൊരു സാധനം നടാൻ കഴിയുന്നില്ല. എല്ലാം ഇതുപോലെ പന്നികൾ വന്ന് നശിപ്പിക്കുക. ഞങ്ങളെ വാഴ ഇപ്പം എന്നുണ്ടെങ്കിൽ കണ്ടമാനം ഒരു 10-100 വാഴേൻ്റെ അടുത്ത് ഇപ്പം നശിപ്പിച്ചു. ഇനിയും പന്നി ഇവിടെ വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ്. ഒരു പ്രാവശ്യം വന്ന മേഖലയിൽ വീണ്ടും വരുന്ന പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാറ്റടിച്ചിട്ട് ഞങ്ങളൊക്കെ ഒത്തിരി വാഴ പോയി. പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, കാട്ടുമൃഗങ്ങളെ ശല്യം കൂടി ആയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള, ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ രാവിലെ വൈകുന്നേരം വരെ പാടത്ത് വീട്ടിൽ ചെന്ന് വീട്ടിലേക്കുള്ള എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. ഇപ്പോൾ അത്രയ്ക്ക് പന്നി പെരുകിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വന്നെന്നുള്ളത് ഇവിടെ അങ്ങനെ ഫോറസ്റ്റിൽ ഇവിടെ അടുത്ത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കണിയാമ്പറ്റ മില്ലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തികഞ്ഞ ജനവാസ മേഖലയാണ്. ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ലാത്തൊരു പ്രദേശത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ്റെ കുറേ അധികം വാഴ കാട്ടുപന്നി കൂട്ടം നശിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശമാണ് കാണാനായിട്ട് പോകുന്നത്. കാരണം ഫോറസ്റ്റ് അടുത്തുള്ള ഒരു പ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇത് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്. അതുപോലെ കാട്ടുപന്നി ശല്യമാണ് ഇവിടെ നേരിടുന്നത്. നമുക്ക് ഏതായാലും ആ പ്രദേശത്തേക്ക് പോകാം. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു തോട്ടത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ സംഭവം നടന്നത്. നമുക്ക് ഏതായാലും അവിടെ ചെന്നിട്ട് നോക്കാം. ഇവിടെയൊക്കെ വാഴക്കൃഷിയാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കൃഷി എന്ന് പറയുന്നത് വാഴ തന്നെയാണ്. വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, കൂടുതൽ വാഴക്കൃഷിയായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുക. വയൽ പ്രദേശമാണ്. ഇതേപോലത്തെ വാഴകളാണ് ഇവിടെ എല്ലാം നട്ടുവെച്ചിരിക്കുന്നത്. വാഴ ഒരു 1-2 മാസമൊക്കെ പ്രായമായ 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതലൊന്നുമില്ല, അങ്ങനത്തെ വാഴ തൈകളാണ് ഇവിടെ എല്ലാം ഈ പറമ്പിൽ എല്ലായിടത്തും ഉള്ളത്. അവിടെ ഒത്തിരിയധികം വാഴ തൈകൾ കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കവിടെ നേരിട്ട് ചെന്ന് നോക്കാം കേട്ടോ. കവുങ്ങ് പന്നി കളഞ്ഞാ അല്ലേ? കവുങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം വാഴത്തോട്ടമാണ്. നമ്മൾ ദൂരേക്ക് എല്ലായിടത്തും നോക്കി, എല്ലായിടത്തും വാഴ തന്നെയാണ്. ഇത് കളഞ്ഞാലേ കണ്ടോ, വാഴത്തൈ കിടക്കുന്നുണ്ടോ? ആ അവിടെ ഉണ്ടല്ലേ. കറക്റ്റ് അവർക്കായിരിക്കും അറിയാവുന്ന. എവിടെയും കളഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, അതെങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ മുതൽ അങ്ങോട്ട് കുറേ കളഞ്ഞിരിക്കും കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് ഈ ഒരു 5-6 കണ്ടത്തിൽ മൊത്തം മഴ കളഞ്ഞു കേട്ടോ. ഉണ്ടോ പുറത്തും
അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ ഒന്നും രണ്ടെണ്ണം വെച്ചൊക്കെ പല സ്ഥലത്തും കളഞ്ഞുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇതിൻ്റെ ഇടയ്ക്കോടെ പോകാൻ നിന്നാൽ ഞാൻ ഒത്തിരി നടക്കില്ല. കണ്ടോ ഈ ഭാഗത്ത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കോടെ ഉണ്ട്. ഇതുപോലെ കുറേ സ്ഥലത്തുണ്ട് ഇടയ്ക്കോടെയുള്ള ഇതുപോലത്തെ വാഴ തൈകളാണ് കളഞ്ഞത് മൊത്തം. നമ്മൾ നേരിട്ട് ഇതിൻ്റെ ഉടമസ്ഥനോട് തന്നെ ചോദിക്കാം കേട്ടോ. പേരെങ്ങനെയാണ്? ഹക്കീം. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതാണോ പ്രശ്നമാണോ? കണ്ടുപിടിച്ച ശല്യമുണ്ടോ? ഇവിടെ പന്നി ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം തീരെ ഇല്ലാത്തൊരു സ്ഥലം, ജനവാസ മേഖല. ഇത് ഫോറസ്റ്റൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-8 കിലോമീറ്റർ ദൂരെയാണ്. ഇതിപ്പോൾ ഒരു വർഷമോ 2 വർഷമോ കൊണ്ട് പന്നി എവിടെ നിന്ന് വന്ന് കൂടിയെന്നുള്ള അറിയില്ല. ആദ്യം 1-2 പന്നികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 വർഷം, 2 വർഷത്തിനുള്ളിൽ കണ്ടമാനം പന്നികൾ പിറ്റ് പെരുകി. പിന്നെ അവിടെ നിന്ന് എവിടെ നിന്നല്ലോ വന്ന് ഇവിടെ ഇപ്പോൾ പന്നി ശല്യം കൊണ്ട് ഒരു കപ്പ നടാൻ പറ്റുന്നില്ല, ചേന നടാൻ പറ്റുന്നില്ല, ചേമ്പ് നടാൻ പറ്റുന്നില്ല. ഇതിപ്പം ഞങ്ങളിപ്പോൾ വാഴ വെച്ചെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പുറത്ത് വാഴ വെച്ചിരുന്നു, അവിടെ കപ്പ കുത്തി മറിച്ച് കളഞ്ഞ്. ഇപ്പോൾ ഇവിടെ വാഴ വെച്ച ജനവാസ മേഖല, 4 ഭാഗത്തും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ. ഇത് എല്ലായിടത്തും വീടുള്ള സ്ഥലം, എല്ലാം നിറയെ എല്ലാവരുടെയും വീടുള്ള സ്ഥലമാണ്. എല്ലായിടത്തും വീടുകളുള്ള സ്ഥലമല്ല ഇത്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, അതെല്ലാം വയലല്ലേ. രാവിലെ കുട്ടികൾക്ക് ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ പന്നി ശല്യം വർദ്ധിച്ചാൽ കാലത്ത് കുട്ടികൾ മദ്രസയിലേക്ക് പോവുക, സ്കൂളിൽ പോകുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഒരാൾക്ക് വൈകുന്നേരം ആയാലും പുറത്തിറങ്ങാൻ പേടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി 7 മണി കഴിഞ്ഞാൽ ഒന്ന് അങ്ങാടിയിലേക്ക് എന്തെങ്കിലും പണിയൊക്കെ കയറി വന്ന് എന്തെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങാടിയിലേക്ക് പോകാൻ പോലും പേടിയാണ്. ആരും പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ പണിയും കയറി വരാൻ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് അങ്ങാടി പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങണമെന്ന് വിചാരിച്ചാൽ അതിനുപോലും കഴിയുന്നില്ല. വളരെ ദുരിതത്തിൽ പ്രയാസത്തിലെ ജനങ്ങൾ. ഞങ്ങളെ വാഴ ഇപ്പം എന്നുണ്ടെങ്കിൽ കണ്ടമാനം ഒരു 10-100 വാഴേൻ്റെ അടുത്ത് ഇപ്പം നശിപ്പിച്ചു. ഇനിയും പന്നി ഇവിടെ വരില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പ്. ഒരു പ്രാവശ്യം വന്ന മേഖലയിൽ വീണ്ടും വരുന്നതാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും സർക്കാർ ഒരു ഉചിതമായ നടപടി എത്രയും പെട്ടെന്ന് എടുക്കുക. ഏകദേശം ഇവിടെ എത്ര വാഴത്തൈകൾ പോയിട്ടുണ്ട്? ഇവിടെ 100-100 വാഴത്തൈ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇത് 2500 വാഴ വെച്ചതാണ്. അതിൽ 100-100 ഇപ്പം ഒറ്റ രാത്രി കൊണ്ട് കളഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ഇനിയും വരുന്നുള്ള ഒറ്റ രാത്രി കൊണ്ടാണ് ഈ 100 പിന്നെ വാഴ പോയത്. ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? എങ്ങനെ? പന്നിക്കൂട്ടങ്ങളായിട്ട് വരുന്നത്. അതായത് ഞങ്ങൾ വിളിച്ചെങ്കിൽ ഞങ്ങൾ രാത്രി വന്നപ്പോൾ ഇത് നടന്നു പോയ സ്ഥലങ്ങൾ കണ്ടാലേ അറിയാം. 1-2 പന്നികളല്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ അവിടെ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാം. എന്ന് വെച്ചാൽ കൂട്ടമായിട്ട് വന്നതിൻ്റെ കാലടയാളങ്ങൾ നോക്കിയാൽ അറിയാം. ഇതൊരു 10-20 പന്നികളുടെ മുകളിലുണ്ടാവും ഉണ്ടല്ലേ. അത്രക്കും പന്നികളുണ്ട്. ഇതിൻ്റെ വാഴപ്പിണ്ടിയാണ് തന്നെ, അതെ? അതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ ഇതാ 4 സൈഡ് വലവെക്കാം. ഇവിടുന്ന് ഇങ്ങനെ എടുത്തേ. ഇതിപ്പം വാഴ ഇത് കിളുത്ത് വരുക പോലില്ല. ഇതിങ്ങനെ വാഴ കീറിയിട്ട് അതിൻ്റെ ഉള്ള കാമ്പ്, ഇതിപ്പം പുതിയ വാഴ ആയതുകൊണ്ട് കാമ്പിന് മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കണ്ടവരെ ഇത് കണ്ടില്ലേ, ഇതിന് കിളുക്കുക പോലും ഇല്ല. നശിപ്പിച്ച് കളയുന്നത്, കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞു. അപ്പം എന്നുണ്ടെങ്കിൽ നമ്മളിത് കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും സ്വർണം പണയം ബാങ്കിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റിൽ ഒരുപാട് വാഴ നശിച്ചു. അതിന് സർക്കാർ നമുക്കൊന്നും തന്നിട്ടില്ല, കുഴപ്പമില്ല. പക്ഷേ ഈ വന്യമൃഗങ്ങളെ ശല്യമെങ്കിലും നിങ്ങൾക്കൊന്ന് ഒഴിവായി തന്നെ നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. ഇതിപ്പോൾ തൊട്ടപ്പുറത്ത് 1 ഏക്കറോളം കപ്പ കുത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചേന നടാൻ പറ്റില്ല, ചേമ്പ് നടാൻ പറ്റില്ല, കപ്പ നടാൻ പറ്റില്ല, വാഴ വെക്കാൻ പറ്റില്ല. വേറെ ഇപ്പം മഞ്ഞൾ മാത്രം നട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. പേരെങ്ങനെയാ? എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്, പൊതുപ്രവർത്തകനാണ്. RSPയുടെ കണിയാമ്പറ്റ ലോക്കൽ സെക്രട്ടറിയാണ്. പിന്നെ കണിയാമ്പറ്റ പഞ്ചായത്തിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ പോവാതെ ഒരു ഫോറസ്റ്റും ഇല്ല. ആ സ്ഥലത്താണ് ഇങ്ങനെ പന്നി വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നത്. രാവിലെ ആയ കുട്ടികൾക്ക് മദ്രസ പോകണമെങ്കിൽ 6:30 മണിക്ക് മദ്രസ. അതിൽ പോകണമെങ്കിൽ ഒരാൾ കൂട്ടിന് പോകാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കും. ഈ ഏരിയയിൽ ഒരു വീടില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഇവിടെയാണ് ഇങ്ങനെ പന്നി വന്ന് നശിപ്പിക്കുമ്പോൾ മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് കേരള സർക്കാരും കണിയാമ്പറ്റ പഞ്ചായത്തും കൃഷിഭവനും ഉപയോഗിച്ച് ഈറ്റുങ്ങളൊന്ന് പിടിച്ചൊഴിവാക്കാനുള്ളൊരു സംവിധാനം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലൈറ്റുകളെ നശിപ്പിക്കാനുള്ളൊരു സംവിധാനം ചെയ്തു തരണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ട ഗതികളിലേക്ക് വരും. ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നു? ഫോറസ്റ്റ് ഇല്ല, ഇത് മെനഞ്ഞാന്നാണ് സംഭവം സാർ.
അപ്പോൾ ബാക്കിയുള്ള സംഭവം ഇന്നലെ അപ്പോൾ ബാക്കിയുള്ള സംവിധാനങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്ത് എന്താ പറഞ്ഞത്? പഞ്ചായത്തിൽ ഇന്നലെ പോയി കൊടുത്തിട്ടായിരുന്നു, അവർ ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷിഭവൻ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ്. അല്ലാണ്ട് ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതാ ഇന്നലെ മറ്റേ മലനാട്ടിൻ്റെ ഇവർ വന്നപ്പോഴേ അവർക്കും കൊടുക്കാൻ പറ്റാത്തൊരു മൊത്തം കളഞ്ഞല്ലേ? മൊത്തം വെട്ടിയെല്ലാം കൂടി കത്തിയോണ്ട് കുത്തിയതിൻ്റെ പാടും കാണാനില്ല. ലോഡ് കയറ്റിപ്പോയി, കപ്പ കുറച്ച് കയറ്റി കളഞ്ഞു. നിങ്ങളെന്നാ എടുത്തില്ലേ? അപ്പുറത്തെ സൈഡ് പത്രക്കാരന് വന്നില്ലേ? ഉണ്ടല്ലേ? അറിയുന്ന സ്ഥലമാണ്. നാലാട്ടിനിടയ്ക്ക് വിളിക്കും ഇങ്ങനെ കേട്ടോ. മൊത്തം കളഞ്ഞേക്കോട്ടോ. ഒരു 4-5 കണ്ടം മൊത്തം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെയും കളഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങളിത് ഇവിടെ കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ വഴി മൊത്തം ചവിട്ടി നിരത്തിയിട്ടേക്കോട്ടെ. ഇതിലാണ് ഇങ്ങനെ കൂട്ടമായിട്ട് വരുന്നത്. ഈ വന്ന വഴി ഏതിലെയാ വന്നത്? അങ്ങനെ വഴി കാണാൻ പറ്റുമോ? അയ്യോ, വരമ്പൊക്കെ വന്നിട്ട് കുറിച്ച് നാശിക്കളി. നെല്ലിൻ്റെ അതോടെ വന്നേ. ഇതിലിങ്ങനെ വന്നത്, ഇതിലിങ്ങനെ വരി വരിയായിട്ട് വന്നു. ഇപ്പോൾ കണ്ട വാഴത്തോട്ടത്തിൻ്റെ സൈഡിലുള്ള നെൽകൃഷിയാണ്. ഇതിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ നടന്നു വന്നിരിക്കുന്നത്. മൊത്തം ചവിട്ടി നെൽപ്പാടം നശിപ്പിച്ചിരിക്കട്ടെ. അതിൻ്റെ ഇവിടെയും വാഴ കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ വാഴ പോയിട്ടുണ്ടല്ലേ? ഉള്ളിലും പോയിട്ടുണ്ടല്ലേ? ഓ, ഇതിങ്ങനെ 2 സൈഡും പോയില്ലേ? കണ്ടോ ഇങ്ങനെ. ഇത് കുത്തി കളഞ്ഞ തന്നെയാ? ഓ, കണ്ടം കുത്തി കളഞ്ഞല്ലേ? അപ്പം വെള്ളം പോയില്ലേ മൊത്തം? പന്നീൻ്റെ കാലടയാണ് ഇതൊക്കെ കാണുന്നത്. ഇത് ഒരു പന്നി 2 പന്നി ഒന്നല്ല. അതെ കണ്ടാ അറിയാം. ഇവിടെയല്ലേ കുത്തിയേ? ഇതൊക്കെ കുത്തി കംപ്ലീറ്റ്. അപ്പോൾ ഈ കണ്ടത്തിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതന്നെ, അതിപ്പം വരമ്പ് കുത്തി പൊട്ടിച്ച് കളഞ്ഞ ഞങ്ങൾ കെട്ടിയിരുന്നു. ഇവിടെ ഈ വരമ്പുകൾ, പിന്നെ അപ്പുറത്തെ വരമ്പ് അവിടെ കുത്തി ഒന്നായിട്ട് നാശാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഇഞ്ചിക്ക് കേടല്ലേ? ഇഞ്ചി പിന്നെ പന്നി ചവിട്ടി കുത്തി മറച്ചിടുകയും ചെയ്യാം. ഇഞ്ചിന്റെ അല്ല, ഈ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് അല്ല, അത് കെട്ടും അത് കെട്ട് പൊട്ടിപ്പോയതാ. അതുപോലെ ഇതാണ്ടോ ഈ വഴി കൂടെ ഇങ്ങനെ മൊത്തം കളഞ്ഞേക്കോ. ഇതിങ്ങനെ സൈഡിൽ കൂടെ അല്ലേ? ഇത് സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് തീർത്തേക്കോട്ടോ. ഇത് എവിടെ നിന്നാണ് ഈ പന്നി വരുന്നത് എന്നുള്ളത് മൊത്തം അല്ലേ? ഇതിലിങ്ങനെ പോയിട്ട് എവിടെ നിന്നാണ് ഈ പന്നി വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടുത്തമില്ല. കംപ്ലീറ്റ് മൊത്തം ചവിട്ടി നടന്നു പോയ പാട് മാത്രമേ കാണാനുള്ളൂ. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി കേട്ടോ. കഷ്ടപ്പെട്ട് കർഷകൻ പണിയെടുത്ത് ആക്കി വെക്കുന്ന ഓരോ മുതൽ ഇതെങ്ങനെയാണ് പന്നി നശിപ്പിച്ച് വെക്കുന്നത്. ഇതുണ്ടോ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കളഞ്ഞേക്കോ. ഇങ്ങനെ ഈ വഴി കംപ്ലീറ്റ്. ഞങ്ങളിനി എന്ത് ചെയ്തിട്ട് ഞങ്ങൾ ജീവിക്കും? എന്നുവെച്ചാൽ ഒരു കൃഷി ചെയ്യാൻ കഴിയുന്നില്ല, എന്തെങ്കിലും ഒരു സാധനം നടാൻ, ഭൂമിയിലൊരു സാധനം നടാൻ കഴിയുന്നില്ല. എല്ലാം ഇതുപോലെ പന്നികൾ വന്ന് നശിപ്പിക്കുക. അതായത് ഇവിടെ ഫോറസ്റ്റ് ഇല്ലാത്തൊരു ഏരിയയാണ്. വയനാട് ജില്ലയിൽ തന്നെ കണിയാമ്പറ്റ പഞ്ചായത്തിൽ ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റ് ഇല്ലാത്ത ചുരുക്കം ചില ചുരുക്കം ചില, അതായത് ഫോറസ്റ്റ് ഇല്ലാത്ത ചുരുക്കം ചില പഞ്ചായത്തിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് കണിയാമ്പറ്റ. വയനാട് ജില്ലയിൽ തന്നെ 1-2 പഞ്ചായത്തിലെ ഫോറസ്റ്റ് ഇല്ലാത്തുള്ളത്. അതിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് കണിയാമ്പറ്റ. ഫോറസ്റ്റ് ഇവിടെ അടുത്ത് എവിടെയില്ല. ഇത്രയും ദൂരത്താണ് ഫോറസ്റ്റ്. പിന്നെ പനോരപ്പുറം പോകണം. പിന്നെ പൂതാടി പഞ്ചായത്തിലാണ് ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ കണിയാമ്പറ്റ പഞ്ചായത്തിൽ ഫോറസ്റ്റ് ഇല്ല. ഈ ഫോറസ്റ്റ് പോലും ഇല്ലാത്ത അങ്ങനെയുള്ളൊരു ഏരിയയിൽ വന്നിട്ടാണ് ഈ കാട്ടുപന്നികൾ വന്നിട്ട് ഇങ്ങനെ നമ്മളെ കൃഷിവിളകൾ എല്ലാം നശിപ്പിക്കുന്നത്. അല്ല, സർക്കാർ ഇതിനൊരു തീരുമാനം ഉണ്ടായി പിന്നെ മറ്റാരത്തെ ഞങ്ങൾ പറയും? ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഇതിലിങ്ങനെ നടന്ന് പന്നികൾക്ക് ഒരു ഇതില്ലല്ലോ. ഇതിലാ പോകുന്നതെല്ലാം പോവും. ഇതുപോലെ കണ്ടത്തിൻ്റെ നടുക്കോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പാടുകൾ മാത്രം കാണാട്ടോ. ഇതിലൊക്കെ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ ഇത് ഇറങ്ങി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. രാവിലെ പാടത്ത് വന്ന് പണിയെടുത്ത് വൈകുന്നേരം വീട്ടിൽ പോയി പുറത്ത് സാധനം വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോകാൻ ഭയമാണ്, പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പന്നി ശല്യങ്ങളുണ്ട്. പന്നി എവിടെയാവും പതിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. പന്നി രാത്രിയാണ് വന്ന് ഇറങ്ങുന്നത്. രാവിലെ വൈകുന്നേരം വരെ പാടത്ത് വീട്ടിൽ ചെന്ന് വീട്ടിലേക്കുള്ള എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്
കടയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് ഇപ്പോൾ. അത്രയ്ക്ക് പന്നി പെരുകിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വന്നെന്നുള്ളത് ഇവിടെ അങ്ങനെ ഫോറസ്റ്റിൽ ഇവിടെ അടുത്ത്. നമ്മളിതിന് മുന്നത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ബാലേട്ടൻ്റെ ഒരു കപ്പത്തോട്ടം നമ്മൾ കണ്ടിരുന്നു. അത് അന്ന് ഇതേപോലത്തെ അവസ്ഥയായിരുന്നു. പുള്ളിയുടെ ഒരു 500 കപ്പയാണ് അന്ന് നമ്മൾ കളഞ്ഞതായിട്ട് കണ്ടത്. ഇതിനിപ്പോൾ 100 വാഴ ഇന്ന് കളഞ്ഞു. ഇനിയിപ്പോൾ നാളത്തെ കാര്യമൊന്നും പറയാൻ പറ്റിയല്ല. ഇവിടുത്തെ നെല്ല് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒറ്റ രാത്രി കൊണ്ട് പറ്റാവുന്ന ഒക്കെ കളയോണ്ടാണ്. ആർക്കാണ് ഇപ്പോൾ ഇത്രയും സ്ഥലത്തൊക്കെ കാവൽ കിടക്കാൻ ആരെയും കൊണ്ടിലും പറ്റുമോ അല്ലേ? ഇത്ര നല്ല കാവൽ കിടക്കാൻ ഇപ്പോൾ പറ്റുമോ? ഇനിയിപ്പോൾ പ്രകൃതിക്ഷോഭം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കാറ്റ് വന്നു. കാറ്റടിച്ചിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വാഴ പോയി. പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ അങ്ങനെ പലതും വരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് തരണം ചെയ്യുന്നത് വെച്ചാൽ അത് പിന്നെ സർക്കാരിന് ഒരു ഇതും കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടി ആയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് ബാക്കിയുള്ളതൊക്കെ പോട്ടെ, അത് ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ കാറ്റ് മഴ അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഈ കാട്ടുപന്നികളെ ഇത് തന്നെ ആകെ സർക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണവും നൽകേണ്ട സർക്കാർ. പ്രകൃതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, പ്രകൃതി കാറ്റോ മഴയോ ഇതൊന്നും ഞങ്ങൾ പറയും. പക്ഷേ ഞങ്ങൾ ഈ മൃഗശല്യങ്ങളെ കുറിച്ചിട്ട് വെച്ചാൽ നമ്മൾ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് ഇതൊന്ന് ഒഴിവായി തരാൻ എന്തെങ്കിലും ഒരു ഉചിതമായ നടി എത്രയും എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ബാക്കിയുള്ള കൃഷിയും കൂടി ഈ മേഖല മൊത്തം കൃഷി ചെയ്യാൻ പറ്റാത്ത ഏരിയയായി മാറും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച. വളരെ ദയനീയമാണ് കേട്ടോ. കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിത് ഒരു തോട്ടമൊക്കെ ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് കാട്ടുപന്നിയൊക്കെ വളരെ സിമ്പിളായിട്ട് കളയാമെന്നൊക്കെ പറയുമ്പോൾ അത് ആ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുക. ആ വിഷമം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. നമുക്കിത് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കാഴ്ച മാത്രമായി പോകും. പക്ഷേ അവരുടെ വിഷമം കൂടെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. ഇതെന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം. കാരണം ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് കാട്ടുപന്നി നാട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ നാട്ടിൽ തന്നെ സെറ്റിലായിട്ടുള്ള കാട്ടുപന്നികളുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാട്ടുപന്നി വേട്ടയുടെ എപ്പിസോഡുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കാട്ടുപന്നികളെ എണ്ണം കുറയ്ക്കുക തന്നെ വേണം. ഇതുപോലെ ലൈസൻസ്ഡ് ആയിട്ടുള്ള തോക്കുള്ള ആൾക്കാരെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യമുള്ളത്, പഞ്ചായത്ത് അത് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വന്ന് ഇവിടെ വേട്ട നടത്തി ഈ പന്നികളെ പിടിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിനൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനമാകട്ടെ. കാരണം ഇതുപോലെ ഇനിയും പാവപ്പെട്ട മനുഷ്യരുടെ കൃഷികൾ നശിക്കാതിരിക്കട്ടെ, അവരുടെ കണ്ണീര് ഇനിയും ഈ മണ്ണിൽ വീഴാതിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളൂ. ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് കപ്പത്തോട്ടം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഒത്തിരി അധികം നാശനഷ്ടം നമ്മൾ കണ്ടു. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.